ഹലോ സ്റ്റുഡൻസ്, വെൽക്കം ടു ഈസി ലേണിംഗ് വിത്ത് സുവിധ. നമുക്ക് ചില മലയാളം പദങ്ങളെ എങ്ങനെയാണ് പിരിച്ചെഴുതുന്നതെന്ന് നോക്കാം. അപ്പോൾ പിരിച്ചെഴുതുമ്പോൾ എല്ലാവർക്കും തെറ്റാറുള്ള ചില പദങ്ങളുണ്ട്. ചെറിയ കുട്ടികൾക്ക് മുതൽ വലിയ മുതിർന്ന ക്ലാസ്സിലെ കുട്ടികൾക്ക് വരെയും വരുന്ന ചോദ്യങ്ങളാണ് പിരിച്ചെഴുതുക എന്നുള്ളത്. അപ്പോൾ ഈ പിരിച്ചെഴുതുമ്പോൾ പലർക്കും പലതരത്തിലുള്ള ബുദ്ധിമുട്ടുകൾ അല്ലെങ്കിൽ എങ്ങനെയാണ് പിരിച്ചെഴുതുക എന്നുള്ളത് കൃത്യമായിട്ട് അറിയാതെ വരിക എന്നത് സ്വാഭാവികമാണ്. അപ്പോൾ നമുക്ക് ചില പദങ്ങൾ എങ്ങനെയാണ് കൃത്യമായി പിരിച്ചെഴുതുക എന്ന് നോക്കാം. അപ്പോൾ അതിൽ ഏറ്റവും പ്രധാനപ്പെട്ട ചില എളുപ്പമുള്ള പദങ്ങൾ ഏതൊക്കെയാണെന്ന് നോക്കാം. അപ്പോൾ ആദ്യത്തേത് ഞാൻ എഴുതുന്നത് നിങ്ങൾ എന്നതാണ്. നിങ്ങൾ എങ്ങനെയാണ് പിരിച്ചെഴുതുക? നിൻ അധികം കൾ. നിൻ അധികം കള്ളാണ് നിങ്ങൾ. ഇനി ഇവിടെ നോക്കുക, നെന്മണി എന്ന വാക്ക് പൊതുവെ നമ്മൾ കേട്ടിട്ടുള്ള വാക്കാണ്, കേൾക്കാറുള്ള വാക്കാണ് ഈ പദത്തെ പിരിച്ചെഴുതുക എന്നുള്ളത്. ഇത് പഠിക്കുന്ന കുട്ടികൾക്ക് മാത്രമല്ല, PSC പഠിക്കുന്ന ഉദ്യോഗാർത്ഥികൾക്കും ഒക്കെ ഇങ്ങനത്തെ പദങ്ങളൊക്കെ വരാറുണ്ട്. അപ്പോൾ നെന്മണി എങ്ങനെയാണ് പിരിച്ചെഴുതുക? നെല്ല് അധികം മണി. ഇവിടെ നെൽ അധികം മണി എന്നൊക്കെ തരാറുണ്ട്. ഇത് നെൽ അധികം മണിയല്ല നെന്മണി, നെല്ല് അധികം മണിയാണ് നെന്മണി. ഇനി നോക്കുക, വെണ്മ. ഇത് വളരെ പ്രധാനപ്പെട്ട ഒന്നാണ് ഈ വെണ്മ എന്നുള്ളൊരു വാക്ക്. വെണ്മ വെൾ അധികം മായാണ് വെണ്മ. എപ്പോഴും വെൺ അധികം മായ തരാറുണ്ട്. വെൺ അധികം മായ അല്ല, വെൾ അധികം മായാണ് വെണ്മ. നോക്കാം, മരത്തെ എന്ന വാക്ക് എങ്ങനെയാണ് പിരിച്ചെഴുതുക? മരം അധികം തേ അല്ല, മരം അധികം ഏ ആണ് മരത്തെ. എല്ലാവരും മരം അധികം തേ എന്നാണ് സാധാരണ അങ്ങനെയാണ് പിരിച്ചെഴുതാറുള്ളത്. മരം അധികം ഏ ആണ് മരത്തെ. അടുത്തത് ഉണ്മ എന്ന വാക്കാണ്. ഉണ്മ എന്ന വാക്ക് പിരിച്ചെഴുതുന്നത് ഉള് അധികം മായാണ് ഉണ്മ. ഉള് അധികം മായാണ് ഉണ്മ. ഇനി ഉന്മുഖം എന്ന വാക്ക് ഇങ്ങനെ എഴുതാറുണ്ട്. ഉന്മുഖം ഇങ്ങനെ എഴുതാറുണ്ട്. എങ്ങനെയാണ് പിരിച്ചെഴുതുക? ഉത് അധികം മുഖമാണ് ഉന്മുഖം. ഉത് അധികം മുഖമാണ് ഉന്മുഖം. അപ്പോൾ ശ്രദ്ധിക്കണം. ഇനി തൃക്കണ്ണ് എന്ന വാക്ക്. തൃക്കണ്ണ് എന്ന വാക്ക് എങ്ങനെയാണ് പിരിച്ചെഴുതുക എന്ന് നോക്കാം. തൃക്കണ്ണ് എന്ന വാക്ക് എങ്ങനെയാണ് പിരിച്ചെഴുതുക? തിരു. തൃ അധികം കണ്ണെന്നൊക്കെ തരാറുണ്ട്. തൃക്കണ്ണ് എന്ന വാക്ക് അങ്ങനെയല്ല എഴുതേണ്ടത്. തിരു അധികം കണ്ണാണ്. സാധാരണ തൃ അധികം കണ്ണ് എന്നൊക്കെ തരാറുണ്ട്. ഇത് കാണുമ്പോൾ തൃക്കണ്ണെന്ന് എഴുതാറുണ്ട്. അങ്ങനെയല്ല, പിരിച്ചെഴുതുമ്പോൾ തൃക്കണ്ണ് തിരു അധികം കണ്ണ് എന്നാണ്. ഇനി പോകുന്നു. ഇതൊക്കെ സാധാരണ പദങ്ങളാണ്, പക്ഷെ നമുക്ക് കാണുമ്പോൾ എളുപ്പമാണെന്ന് തോന്നും. പിരിച്ചെഴുതുമ്പോൾ തെറ്റിപ്പോകാറുണ്ട്. പോകുന്നു എന്ന പദം എങ്ങനെയാണ് പിരിച്ചെഴുതുക? പോ അധികം ഉന്നു. ഇത് പോകൂ അധികം ഇന്നു എന്നൊക്കെ തരാറുണ്ട്. അങ്ങനെയല്ല, പോകുന്നു പോ അധികം ഉന്നു എന്നാണ്. അതുപോലെ അവിടം എന്ന പദം നോക്കാം. എങ്ങനെയാണ് എഴുതുക? ആ അധികം ഇടമാണ്. അവി അധികം ഇടം എന്നും ആ അധികം വിടം എന്നൊക്കെ തരാറുണ്ട്. അതല്ല, ആ അധികം ഇടമാണ് അവിടം. ഇനി ആയെങ്കിൽ എന്ന പദം നോക്കാം. ആയെങ്കിൽ ഇത് ആയി അധികം എങ്കിലാണ്. ഇതൊക്കെ ചിലപ്പോൾ എല്ലാവർക്കും കിട്ടാറുണ്ട്. മുകളിലുള്ള പദങ്ങളൊന്നും ചിലപ്പോൾ കിട്ടാറില്ല. അപ്പോൾ ഇതാണ് ഇങ്ങനെയാണ് ചില പദങ്ങൾ.
പ്രധാനപ്പെട്ട കുറച്ച് പദങ്ങൾ മാത്രമാണ് ഞാനിവിടെ എഴുതിയിട്ടുള്ളൂ. ചില പദങ്ങൾ എങ്ങനെയാണ് കൃത്യമായി പിരിക്കുക എന്നുള്ളത്. അപ്പോൾ നിങ്ങൾക്ക് എന്തെങ്കിലും ഡൗട്ടുള്ള പദങ്ങളോ മറ്റും ഉണ്ടെങ്കിൽ തീർച്ചയായും നിങ്ങൾ കമൻറ്റ് ചെയ്യുക. അപ്പോൾ അതെങ്ങനെയാണ് പിരിച്ചെഴുതുക എന്ന് ഞാൻ അതിന് റിപ്ലൈ തരുന്നതായിരിക്കും. ഓക്കെ, അപ്പോൾ പ്രധാനപ്പെട്ട ചില പദങ്ങളാണ് ഇവിടെ തന്നിട്ടുള്ളത്. നിങ്ങൾക്ക് കമൻറ്റിൽ എന്തെങ്കിലും പദങ്ങളുടെ പിരിച്ചെഴുതുന്ന രീതിക്ക് എങ്ങനെയാണ് പദങ്ങൾ പിരിച്ചെഴുതുക എന്നുള്ള ഡൗട്ട് ഉണ്ടെങ്കിൽ തീർച്ചയായും ചോദിക്കാവുന്നതാണ്. ഓക്കെ.